സാബുവിന്റെ കിടിലൻ ഫേസ് വരാതെ കിടക്കണുള്ളൂ. അതാണ് ഇനി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും ഞാൻ എന്ത് ചെയ്യും എന്ന്. എന്നിട്ട് ഉറങ്ങിപ്പോവോ കാത്തിരുന്നിട്ട്? മിക്കവാറും നമ്മള് ഉറങ്ങിപ്പോവും. ഇവൻ കപ്പ് അടിച്ച് പോരുന്ന തോന്നുന്നത്. ചില നേരങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക നല്ലത് എന്ന് പറയുന്ന 5 സ്റ്റാറിന്റെ ആ ഒരു പരസ്യം ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇവൻ എങ്ങനെ ഇത്രയും നാൾ ഈ ഒരു ചിരി കൊണ്ട് മാത്രം പിടിച്ചു നിന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സംശയമല്ലേ? ഇവന് പ്രത്യേകിച്ച് PR വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തം പേജിൽ പോലും ഇവൻ ഒരു PR ചെയ്യാറില്ല. ഇതൊന്നും കൂടാതെ ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഫാൻ പേജുകളും ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ബിഗ് ബോസ് അവനെ അവിടെ നിലനിർത്തുന്നു എന്നുള്ള സംശയം എന്നിൽ ഉദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഗെയിം പോലും നന്നായി കളിക്കാത്ത ഒരു വ്യക്തി ഒരു സിമ്പതിയുടെ പുറത്ത് മാത്രം നിലനിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹോട്ടൽ ടാസ്കില് വെയിൽ കൊണ്ട് എത്രയോ മണിക്കൂറുകളോളം പുറത്ത് ആ വേഷവിധാനവും ധരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആള് ഔട്ടായില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ എവിഷൻ നിങ്ങൾ കണ്ടല്ലോ, വളരെ അൺഫെയർ ആയിട്ടുള്ള എവിഷൻ തന്നെയാണ്. ഗിസേൽ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ നിലനിൽക്കുകയും ഈ പറയുന്ന സാബുവോ ലക്ഷ്മിയോ പുറത്താവേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു ഗെയിമും നല്ല പോലെ കളിക്കാത്ത വെറും പൊട്ടത്തരം കാണിച്ച് നിലനിന്ന സാബുമോനൊക്കെ നെഞ്ചത്ത് കൈവച്ച് പറയാ, ഈശ്വര ഞാൻ നിലനിന്നോ എന്നുള്ളത്. ഇതിന്റെ മുന്നത്തെ എവിഷനിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. മാല ഇട്ടുകൊണ്ട് റന ഫാത്തിമയെ പുറത്തു വിട്ടപ്പോ അയാൾ അട്ടം നോക്കിയിരിക്കുക, ഈശ്വര എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. നമുക്ക് തുടർന്ന് നോക്കാം കേട്ടോ. ഇയാളുടെ പെർഫോമൻസുകൾ എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് നോക്കിയാലോ, നോക്കാം. ടിമ്മ വരെ പെട്ടെന്ന് ആക്റ്റീവ് ആവും, പക്ഷെ സാബുമാൻ ആക്റ്റീവ് ആവുന്നില്ല. കൊടുക്ക് സാബു, കൊടുക്ക്. ചിന്തിക്കാൻ കുറച്ച് സമയം കൊടുക്ക്. സിമ്മ് പോലും വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആവും, പക്ഷെ സാബുമോൻ അവൻ ചത്താലും ആക്റ്റീവ് ആവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൊള്ളാം. അവൻ ആലോചിക്കാൻ വീണ്ടും സമയം കൊടുക്കാനാ പറയുന്നത്. നമ്മൾ പണ്ട് GPRS ഉള്ള സമയത്ത് റീചാർജ് ചെയ്ത് നെറ്റ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ തിരിഞ്ഞ് ലോഡിങ് കാണിച്ചു നിൽക്കും. അത് തന്നെ ഇവന് പറ്റിയ ഒരു പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചു സാബു എന്നുള്ളതാണ്. വളരെ പതുക്കെ നീങ്ങുള്ളൂ. അവിടെ എത്തുമ്പോഴേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒച്ചു സാബു എന്തു ആടേ ഇത്, എങ്ങനെയാടേ നീ പിടിച്ചു നിന്നത്? ഈ പല്ലിളിച്ചുകൊണ്ട് നീ അവിടെ നിന്നത് തന്നെ വലിയ അത്ഭുതം. സാബുവിന്റെ കിടിലൻ ഫേസ് വരാതെ കിടക്കണുള്ളൂ. അതാണ് ഇനി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും ഞാൻ എന്ത് ചെയ്യും എന്ന്. എന്നിട്ട് ഉറങ്ങിപ്പോവോ കാത്തിരുന്നിട്ട്? ആകെ ക്യാമറയിൽ കാണാത്ത ഒരേ ഒരു വ്യക്തി ഈ സാബുമാൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും 74-75 ക്യാമറയിൽ കാണുന്നുണ്ട്. സാബുമാന്റെ ഡയറക്ടറിന് തിരയാത്ര ഈ പണ്ടറപ്പ് എവിടെ പോയി കിടക്കുന്നത് എന്നുള്ളത്. ഏതെങ്കിലും ബീൻ ബാഗിൽ ഉണ്ടോ പോയത് പോലെ അവിടെ ഉണ്ടാവില്ല, അടുക്കളയിൽ നിന്നൊക്കെ അവിടെ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു മൂലൊക്കെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരു ചർച്ചയിലില്ല, ഒരു കല്ല് വെക്കാണതിൽ ഇടപെടാൻ പോവില്ല, ഒരു ഗെയിം നല്ലപോലെ കളിക്കില്ല. എന്താ ചെയ്യാ, വെറുതെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കും. എന്നിട്ടും അവന് ഡിമാൻഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ലാലേട്ട ഞങ്ങൾക്ക് കുറച്ച് പ്രോട്ടീൻ പൗഡർ ഒക്കെ വലത്തി തരുമോ എന്നുള്ളത്. കൊള്ളം കൊള്ളം. ഇവനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ലാലേട്ട നിങ്ങളെ സംബന്ധിച്ചുള്ള വില മൊത്തം കളയില്ല ലാലേട്ട. ശബമാൻ ലാലേട്ടാ ഞാൻ അത് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മോനെ ആലോചിച്ചോണ്ടിരിക്കണം. ലാലേട്ടാ അപ്പം എനിക്ക് തോന്നുന്നത് വീണ്ടും ആലോചിക്കേ. ഇവൻ ആകെ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് പേര് വിളിക്കുമ്പോഴാണ് ആൾക്കാർ കാണുന്നത്. അതുവരെ ഇവൻ എവിടെയാണോ എന്തോ, എവിടെയും വരില്ല. അവൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോ അവൻ ആലോചിക്കുന്നത്. ലാലേട്ടൻ വിളിച്ചപ്പോഴും അവൻ ആലോചിക്കുന്നത്. ലാലേട്ടൻ ഇപ്പൊ വന്ന ആഴ്ചയിൽ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സാബുമാൻ ഇങ്ങനെയൊക്കെ ആയാൽ മതിയെന്നു. ഓ ഞാനിതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടാ എന്നുള്ളത്. അവൻ IAS നാണല്ലോ വന്നിട്ടുള്ളത്, പഠിച്ചോണ്ടിരിക്കുക. സത്യത്തിൽ ഒരുപാട് ഡിസേർവ് ആയ ആളുകളുടെ സ്ഥാനത്താണ് ഇവൻ വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കയറിപ്പറ്റിയാൽ കൊള്ളാമെന്ന് ആലോചിക്കുന്ന കയറുകാർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഒരു തേങ്ങാക്കോലി ഇല്ലാത്തവനാ കയറി പറ്റിയിട്ടുള്ളത്. ജിസേലിന് കുറച്ച് ഫേവറേറ്റിസം ഉണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ? അതാണ് എന്നോടും ഉണ്ട് ഇപ്പോഴും. അയ്യോ അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു ആദിലേക്കും കുറച്ച് ഫേവറേറ്റിസം കാണും. പക്ഷെ ലക്ഷ്മിക്ക് ഫേവറേറ്റിസം ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ആയാലും പ്രശ്നമാവാം. കാരണം നേരെ ആലോചിച്ചത് ക്യാപ്റ്റൻ ഡിപ്ലോമാറ്റ് അല്ല. ഒന്നും കൂടെ നോക്കട്ടെ. എന്റെ പൊന്നു മോനെ, ഒരു അഭിപ്രായം പറയുന്നത് ക്ലിയർ ആയിട്ട് പറയണേ. ഇവൻ ഒരു അഭിപ്രായം പറഞ്ഞ അനീഷിനെ കുറിച്ചിട്ട്. അനീഷ് മഹാ മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, ഒരു ഗെയിമും കളിക്കുന്നില്ല, എന്തിനാണ് ഇവിടെ നിലനിർത്തുന്നതൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഇവൻ. ഇവനെ കുറിച്ചിട്ട് ഇപ്പൊ ഭയങ്കര ചർച്ചയാണ്. അതായത് ഷാനവാസും അക്ബറൊക്കെ ഒരുമിച്ചിരുന്ന് ആര്യനെ ഒരുമിച്ച് ചർച്ച ചെയ്യാണ്. സാബും ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ. ആ സമയത്താണ് ഒനിയിലും ജിസയിലും പോകുന്നത്. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇനി വേറെ പണിയുണ്ട്. ഒരു സ്പേസ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നില്ല. എന്നാലും ഗിസേൽ എങ്ങനെ പുറത്തുപോയി? എങ്കിലും ജിഷിൻ എങ്ങനെ പുറത്തായി? റണ ഫാത്തിമ എങ്ങനെ പുറത്തായി?
ഒരു കഴിവില്ലാത്ത ലക്ഷ്മിയും ഈ സാബുമോൻ ഇവിടെ അങ്ങനെ നിലനിൽക്കുന്നു. PR വർക്കാണെന്നൊക്കെ പറയുന്ന വെച്ചാല് PR വർക്ക് ഒന്നും അല്ല. ഈ സാബുമോന് PR വർക്ക് ഇല്ല. സത്യത്തിൽ ഈ സാബുമാനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു റീലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആ റീൽസ് കണ്ടിട്ടുള്ളത് അനുമോള്, ഷാനവാസ്, അതേപോലെ തന്നെ നമ്മുടെ അനീഷ് ഏട്ടൻ, ഇവരുടെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവർക്കൊക്കെ അല്ലെ, വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. അതല്ലാതെ ഇവനെ എവിടെയും കണ്ടിട്ടില്ല. PR വർക്കിന്റെ പവറാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇത് ബിഗ് ബോസിന്റെ താല്പര്യങ്ങളാണ്. അല്ലെങ്കിൽ ജിസേലിനെ അവിടെ നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. വോട്ടിംഗിൽ 2ാം സ്ഥാനത്ത് കിടന്ന ഒരാളെ എടുത്ത് ദൂരെ കളയെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോട്ടീൻ ഇല്ല, ജിം ഇല്ല. ഇങ്ങോട്ട് വന്നപ്പോ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻ പൗഡർ കിട്ടുമെന്നല്ലോ. ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്രോട്ടീൻ സാബുമോന് കൊടുക്കണേ. സാബുമാൻ, ഇത് ജിംനേഷ്യമല്ല. അതെ, എനിക്കറിയാം ബിഗ് ബോസ്. കുറച്ച് കടലയും പയറും ഒക്കെ കുറച്ച് കൂട്ടി തന്നാലും മതി റേഷന്. അടുത്ത ആഴ്ച അങ്ങ് പുറത്തു പോര്, വീട്ടിലിരുന്ന് തിന്നാ പോരടെ. ഇതൊക്കെ ഇങ്ങനെ ആകെ അറിയുന്ന ഒരു കാര്യം ഫുഡിങ് അടിച്ച് കയറ്റുക എന്നുള്ള സാധനം തന്നെ തോന്നുന്നത്. ഏതോ ഒരു സീസണിൽ ആർക്കും പ്രോട്ടീൻ പൗഡർ വേണമെന്നുള്ള കരഞ്ഞ് തല്ലുകൂടിയിട്ട് വാങ്ങി കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഷിയാസ് കരീം ആണോ എന്ന് അറിയില്ല, ആർക്കും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം ആ പ്രോട്ടീൻ പൗഡർ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അംഗനവാടി പോടെ, അവിടുന്ന് കിട്ടും നിനക്ക് അമൃതം പൊടി, അത് തിന്നാനുള്ള പ്രായം നിനക്ക് ആയിട്ടുള്ളൂ. ഇതിനൊക്കെ ആരാടാ വഴി തെറ്റിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? അവന് പ്രോട്ടീൻ പൗഡർ ഒക്കെ കിട്ടുന്നു തോന്നിയിട്ടുണ്ട് എന്നുള്ളത് എന്തുവാടേ. ഞാൻ കൂട്ടിത്തരാം 7ന്റെ പണി. ഇവരുടെ ഇഷ്ടത്തിന് നമ്മൾ കളിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇപ്പൊ പ്രോട്ടീൻ വേണം, ജിമ്മ് വേണം, കടലയും പയറും വേണം, ഭക്ഷണം വേണം. അപ്പൊ ഇതൊക്കെ കൂടാതെ ലോഡ് പൈസയും വേണം. അതും കൂടി പറയില്ല ചേട്ടാ. കുറെ കായും വാങ്ങിയിട്ടാണ് അതിന്റെ ഉള്ളിരിക്കുന്നത്. ഭക്ഷണമൊക്കെ തോന്നി പോലെ അവർ തരുള്ളൂ. അതിന് തല്ലുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം അത്രമാത്രം പണം വാങ്ങിയിട്ടല്ലേ അതിൽ പണിയെടുക്കുന്നത് അല്ലേ. എന്നാലും എന്റെ സാബുമാനെ, നീ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ എത്തിപ്പെട്ടത്? കൂട്ടം തെറ്റിയ ഒരു ഒച്ചാണ് ഇവനെന്നാ എനിക്ക് പറയാനുള്ളത്. വഴി തെറ്റി അങ്ങോട്ട് എത്തിയതാണ്. ഇനി അവിടെ അരിച്ച് കപ്പിന്റെ സീസൺ വരെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കോണ്ടസ്റ്റന്റ് കേട്ടോ, നിലനിർത്തും നിങ്ങള്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറത്താക്കും കേട്ടോ. ഈ ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ? സാബുമാൻ അല്ല, എന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ആലേട്ടാ എന്റെ ഒരു മറ്റൊരു മുഖം ഷാനവാസ്ക കാണും. മറ്റൊരു മുഖം കാണും. ഈ ഒച്ച തിരിയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ സമയം എടുക്കും എന്നുള്ളതാ. ഇവ അങ്ങനെ തിരിഞ്ഞ് മുഖം കാണിക്കുമ്പോൾ തന്നെ സീസൺ കഴിഞ്ഞു പോകും. എന്റെ പൊന്നു മോനെ, എന്തിനാണ് വെറുതെ മണ്ടത്തരത്തിൽ നിൽക്കുന്നത്? ഇവരേറ്റൊന്നും തല്ലുകൂടി നിൽക്കാനുള്ള യാതൊരു പവറും അനക്കില്ല. കാരണം ഈ എന്തിനോ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ഒരു തല്ലുണ്ടാക്കണതിൽ പോയിട്ട് ഇടപെട്ടിട്ട് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക? നോ, ചെയ്യില്ല. ഒരു ഗെയിമിൽ നന്നായിട്ട് കളിച്ചിട്ട് അതിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക? നോ, നെവർ, ഒരിക്കലും ഇല്ല. പിന്നെ നീ അവിടെ വന്നിട്ടുള്ളത് ആ ഒണിയൽ കിടന്നിരുന്ന ആ ഒരു സോഫയുടെ തൊട്ടപ്പുറത്ത് കിടക്കാനല്ലേ. എന്തായാലും ഒണിയൽ പോയിട്ടുണ്ട്, ഞാൻ അവന്റെ സോഫയിൽ കയറി കിടക്കും. അടുത്ത ആഴ്ച അതേ സോഫയിൽ കിടക്കുന്ന ആളുകളൊക്കെ പോകുന്നുണ്ട്, അതിന്റെ കൂടെ പോരാ. കൊള്ളായതല്ലോ കേട്ടോ, ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എന്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ബിഗ് ബോസിൽ കയറണമെന്നും. എന്ന് പറഞ്ഞാൽ അച്ഛന് ഞാൻ എന്തോ IAS കിട്ടുന്ന പോലത്തെ സന്തോഷമായിരുന്നു ബിഗ് ബോസ് കയറിയപ്പോ. അതെ, അപ്പൊ അതിന്റെ കൂടെ അല്ലല്ല, യേശുവിനെക്കാളും പ്രയാസമാണ് ബിഗ് ബോസ്. അതല്ലേ, അതാണ്. അതിനോട് ഈ ഫാമിലി ഇതും കൂടെ വന്നപ്പോഴും ഫാമിലി വീക്കും കൂടെ ആയപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, വളരെ സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷമായിടാ, വളരെ സന്തോഷമായി. നിന്നെ പോലെയുള്ള കുറെ എണ്ണത്തിന് എന്റെ ഉള്ളിൽ കയറ്റിയിട്ടിട്ട് ഒരു കുണവും ഇല്ലാതെ കുണമുള്ളവരെ പുറത്താക്കുന്ന ഈ ഒരു പൊറോട്ട് നാടകം, ഒരു വൃത്തികെട്ട ഒരു സംഭവമുണ്ട്, ചവിട്ട് നാടകമാണ് ബിഗ് ലൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഡാഡിക്കൊക്കെ സന്തോഷമായി പോലും IAS എഴുതിയത് പോലെയാണെന്ന് പറയുന്നത്. പക്ഷെ എന്താ ചെയ്യല്ലോ, ഒരു മനുഷ്യന്മാരുടെ ഒരു കാഴ്ചപ്പാടുകൾ. ഇവന് പറ്റിയ ജോലി ശരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ കാണിച്ചാൽ ഇതാണോ അവന്റെ ശരിക്കും പറ്റിയ ജോലി. ബ്രൗൺ റൈസ്, കൊഞ്ചത്തോര്, കോവയ്ക്ക സ്റ്റിർ ഫ്രൈ, കപ്പ, ചാളക്കറി, ചാള ഫ്രൈ. ഇങ്ങനെ ഇരിക്കും എന്റെ പ്ലേറ്റ്. ആൻഡ് വെൽക്കം ടു വീട്ടിലെ വിശേഷങ്ങൾ ഫുഡീസ്. കൊഞ്ചത്തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ ആൻഡ് അത് അടിപൊളിയായിരുന്നു. ഇനി ആ ക്രീമി കപ്പയും ചാളക്കറിയും ട്രൈ ചെയ്യാം. നൈസ് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ചാള ഫ്രൈ. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. ഫുഡീസ്, ഒരു രക്ഷയുമില്ല, നല്ല അടിപൊളി ലഞ്ച്. ആൻഡ് വെൽക്കം. അതെ, ഒരു കമന്റ് ഞങ്ങൾ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. ഇതൊക്കെ തിന്ന് അവസാനം പോവിടെ വയറ്റിന്ന് ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ കൊണ്ട് ഇടലടേ. ഇവന്റെ ജോലി ഇതാണ്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു സാധനം. ഇവനൊക്കെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത ആളുകളെ ഞാൻ നമിച്ചു മക്കളെ. കുറെ ആളുകൾ പറയുന്നുണ്ട് 5-6 ഇന്റർവ്യൂ നടത്തിയിട്ടാണ് നമുക്കൊക്കെ ഇതിൽ കയറാൻ കഴിയുന്നത്. ഇവൻ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടോ? ഇനി അവൻ അങ്ങോട്ട് പൈസ തന്നിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഒരു കഴിവില്ലാത്ത വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവനെ അകത്ത് നിർത്തിയ നിങ്ങളെ സമ്മതിച്ചു മക്കളെ, സമ്മതിച്ചു.